ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും കുക്കിങ്ങും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പം ഇന്നിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം. മോനെ സ്കൂളിൽ വിടണം. മോനെ സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പാലപ്പവും ഈസി പാലപ്പവും മുട്ട റോസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈസി പാലപ്പത്തിന് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. മുന്നത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ ഈസി ആയിട്ട് പാലപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാം. ഇൻസ്റ്റൻറ്റ് പൊടിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതാണ് കേട്ടോ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് തുടങ്ങുകയാണ്. ഞാനൊന്ന് കിച്ചണിൽ വന്ന് പോയതാട്ടാ. എന്നും പറയുന്ന പോലെ തന്നെ ചോറൊക്കെ ഇറക്കി വെച്ച് പാലപ്പത്തിന് കലക്കി വെച്ചിട്ട് പോയതായിരുന്നു. ഇപ്പോൾ വീണ്ടും വന്നതാട്ടോ. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങട്ടെ. ഞാൻ കിച്ചണിലേക്ക് എത്തി. ആ ഡോറ് തുറന്ന അപ്പോൾ തുടങ്ങും കേട്ടോ കിളികൾ ഇങ്ങനെ കരയാൻ. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവർക്കതൊരു രസമാണ്. പിന്നെ ഒന്ന് പോയി നോക്കിയൊക്കെ വരണം. അപ്പോൾ ഞാൻ എഗ്ഗ് ബോയിലറിലാണ് കേട്ടോ ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാനായിട്ട് വെക്കണത്. ഞാനിതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് കേട്ടോ എഗ്ഗ് ബോയിൽ ചെയ്യുക. എന്നാൽ പിന്നെ തൊലി കളയണ പണി നമുക്ക് കുറവല്ലേ. ഷേപ്പ് മാറുന്നല്ലേ ഉള്ളൂ. ഏത് ഷേപ്പിലായാലും ഒരേ ടേസ്റ്റിലാട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. എന്നാൽ പെട്ടെന്ന് റോസ്റ്റ് കണ്ടെടുത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കട്ടെ കേട്ടോ. ഇപ്പോൾ അധിക ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ മുട്ട റോസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ ശരണം. മീൻ കിട്ടാനില്ലല്ലോ അങ്ങനെ. മറ്റേത് മീൻ കറിയാണ് വെക്കുക അധികം. മീനിപ്പോൾ അങ്ങനെ മഴ ആയ കാരണം കിട്ടാത്തതല്ല കേട്ടോ. കൂടുതൽ മീനുകൾ ഞാൻ കഴിക്കാത്ത മീനാണ്. കാക്ക കഴിക്കും, പക്ഷെ ഞാൻ കഴിക്കാത്താവുമ്പോൾ അങ്ങനെയാണ് വാങ്ങിക്കൊണ്ടുവരില്ല. ഞാൻ പറയും വാങ്ങിക്കൊണ്ടുവരുന്നൊക്കെ പറയും കേട്ടോ, പക്ഷെ അങ്ങനെ കൊണ്ടുവരാറില്ല. അപ്പം ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് മീൻ വാങ്ങി ഉണ്ടാക്കണം. 2-3 ദിവസം അടുപ്പിച്ച് ഇറച്ചി തന്നെ കഴിക്കുമ്പോൾ ഒരു മടുപ്പാണല്ലേ. അപ്പോൾ ഇന്നലെയും ഒക്കെ ചിക്കൻ തന്നെയായിരുന്നു. അപ്പോൾ മീൻ വാങ്ങിയിട്ട് വേണം ഉച്ചയ്ക്ക് മീൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. മോന് ഞാൻ വെണ്ടക്ക ഫ്രൈ ചെയ്ത് കൊടുത്ത് വിടാമെന്ന് വിചാരിക്കണം കേട്ടോ ലഞ്ചിന്. അവന് തൈര് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ പറയാനായിട്ട് വിട്ടുപോയി. നാളെ ഇൻഷാ അല്ലാഹ് തൈര് വാങ്ങി കൊടുക്കണം. അത് ഉള്ളി വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സെറാമിക്കിൻ്റെ പോട്ടിലാവുമ്പോൾ ഒന്നാണ്ട് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാലും സ്ലോ കുക്കിംഗ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുക്കായി കിട്ടും കേട്ടോ. സ്ലോ കുക്കായി കിട്ടുമ്പോൾ എന്ത് സാധനത്തിൻ്റെ ടേസ്റ്റാണ് കൂടുതലാണല്ലോ. അപ്പം അങ്ങനെ നല്ല ഒരു പ്രോഡക്റ്റ് കേട്ടോ അത്. കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. പിന്നെ വീണ് പൊട്ടണമെന്ന് നോക്കണം. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും പൊട്ടാറൊന്നും ഇല്ല കേട്ടോ. പൊട്ടൂല എന്നല്ല, ഇതുവരെ ഒന്നും അങ്ങനെ പൊട്ടിയിട്ടില്ല. അപ്പോൾ ആ മുട്ട റോസ്റ്റക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് മല്ലീൻ്റെ പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലേൻ്റെ പൊടി. നാടൻ മുട്ട റോസ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ മുട്ട റോസ്റ്റാണ്. ചിക്കൻ മസാല ഇട്ടിട്ടൊക്കെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ മതി എന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടൊരു മുട്ട റോസ്റ്റ്. തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ വേവിക്കണത്. ഞാൻ പറഞ്ഞില്ല, ചെറിയ ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം എന്ന് വന്നോളും. അധികം വെള്ളം വരില്ല, ആവശ്യത്തിനൊരു മോയിസ്റ്റൊക്കെ അതിന് വരും. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അങ്ങനെ സ്ലോ കുക്കായിട്ട് വേവിച്ചെടുക്കുമ്പോൾ.
അപ്പോൾ അത് മൂടിയിരുന്ന് വേവട്ടെ. ഇനിയിപ്പോൾ മോന് വെണ്ടക്ക ഫ്രൈ ആണ് കേട്ടോ കൊടുത്തു വിടുന്നത്. ചോറ് കഴിക്കാറുണ്ട് കേട്ടോ അവന്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചോറ് കഴിക്കുമോ എന്നൊക്കെ. ആദ്യം കഴിഞ്ഞ വർഷം 2-3 ദിവസം ഞാൻ ചോറ് കൊടുത്തു വിട്ട് നോക്കിയിട്ട് അവൻ കഴിക്കാഞ്ഞിട്ട് പിന്നെ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞതായിരുന്നു എന്നോട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിട്ടാൽ മതിയെന്ന്. ഇപ്രാവശ്യം എന്തായാലും അവൻ കഴിക്കണമൊക്കെ ഉണ്ട്. ഇപ്പോൾ വാരി കഴിക്കും കുറേശ്ശൊക്കെ. കഴിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല, ഭയങ്കര സംസാരമാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പഠിക്കാതിരുത്തിയാലും മദ്രസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തണൊക്കെ പാട്. പഠിച്ചവനെ ക്ഷമൻ്റെ നെല്ലിപ്പലക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണ്. അങ്ങോട്ട് ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞാൽ 100 ചോദ്യം അവന് ഇങ്ങോട്ട് ചോദിക്കും. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അത് എന്നോട് നല്ല ആരോട് സംസാരിച്ചാലും അങ്ങനെ തന്നെ കേട്ടോ. ഒരു കാര്യത്തിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ചോദിച്ചുകൊണ്ടേ ഇരിക്കും അവന്. കഴിഞ്ഞ വർഷമൊക്കെ ടീച്ചർ ഈ സംസാരം കൂടുതലായിട്ട് ടീച്ചറുടെ അടുത്ത് തന്നെ ചെയറിട്ട് ഇരുത്തലായിരുന്നു. ടീച്ചർ ടേബിളിൻ്റെ അടുത്ത് ചെയറിൻ്റെ അടുത്ത് തന്നെ ചെയറിട്ടിട്ട് ഇരുത്തലായിരുന്നു അവനേട്ടാ. അങ്ങനെ ചെയ്തിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര സംസാരമായിരുന്നു. അപ്പോൾ പിന്നെ ടീച്ചർക്ക് മനസ്സിലായി ഇതിങ്ങനെ പറഞ്ഞാൽ കേൾക്കൂല, അങ്ങനെ സംസാരിക്കാതിരിക്കാൻ അവനെ കൊണ്ട് കഴിയൂല. അപ്പോൾ പിന്നെ ടീച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങി, അടുത്ത് തന്നെ ഇരുത്താൻ തുടങ്ങി. ഇപ്പോൾ ഈ വർഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കണം എന്താണ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ക്ലാസ്സിൽ ശ്രദ്ധിക്കണുണ്ടോ, അപ്പോൾ പുതിയ ടീച്ചേഴ്സല്ലേ, ശ്രദ്ധിക്കണുണ്ടോ എന്താണെന്നൊക്കെ. അങ്ങനെ ശ്രദ്ധിക്കണില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറോട് വിളിച്ച് പറയേണ്ടി വരും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാ വെണ്ടക്ക ശാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കൂല കേട്ടോ. അങ്ങനെ നിരത്തിയിട്ടിട്ട് ഈ പച്ചക്കളർ പോവാത്ത രീതിയിൽ തന്നെ ഉള്ളൊരു മൂക്കലുണ്ടല്ലോ, അതുവരെ ചെയ്യുള്ളൂ കേട്ടോ. മറ്റേതൊരു ഭയങ്കര എന്താ പറയുക, റബ്ബർ പോലെ ആവണ പോലെ തോന്നും എനിക്ക്. അപ്പോൾ പിന്നെ അങ്ങനെ നിരത്തിയിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കും കേട്ടോ. ഇതിൽ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കും. അവന് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ എരിവ് പാടില്ലല്ലോ. അപ്പോൾ ഇതാ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം 3/4 മണിക്കൂറായി. വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പം ചുടാനായിട്ട് തുടങ്ങണം. ഇതിതാ കുറച്ചൊരു 1/4 ടീസ്പൂണിലും താഴെ മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി നിരത്തിയിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിൽ മുളക് പൊടി ഇടാതെ കുരുമുളക് മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റ് കേട്ടോ. മോന് കൊടുത്തു വിടാനുള്ളതായതുകൊണ്ട് കുരുമുളകിൻ്റെ എരിവ് ഭയങ്കര വേറെ ഒരു ടൈപ്പ് എരിവാണല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇന്നലെ അലക്കിയ ഡ്രസ്സ് ഉണങ്ങാത്തതാട്ടോ ആ പാഷ്യോയിൽ ആ സ്റ്റാൻഡുമ്മേ ഇരിക്കണത്. ഇന്നലെ ഉച്ചക്ക് നല്ല വെയിൽ വന്നപ്പോൾ ഞാൻ മുറ്റത്ത് അയലൊക്കെ ഇട്ട് സ്റ്റാൻഡിലൊക്കെ ഇട്ട് കൊണ്ടുവച്ചതായിരുന്നു വെയിലത്ത്. ഞാനിവിടെ അകത്തേക്ക് കയറി സെറ്റായപ്പോക്കിന് ഭയങ്കര മഴ വന്ന് ഞാൻ എടുത്തു വെച്ചും ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ വെയിൽ വന്നപ്പോൾ എടുത്ത് വെക്കാൻ നിന്നിട്ടില്ല. അതിങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഉണങ്ങിയിട്ടില്ല. ഉണങ്ങി കിട്ടാഞ്ഞാൽ നമുക്ക് കബോർഡൊക്കെ മടക്കി വെക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അകത്ത് വെച്ച് ഫാനിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക സർഫിൻ്റെയും അതേപോലത്തെ ഒക്കെ സാധനത്തിൻ്റെയൊക്കെ സ്മെല്ല് അകത്ത് വല്ലാണ്ട് നിൽക്കും. അപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ അപ്പം ചുട്ടിട്ട് അത്യാവശ്യത്തിന് കുറച്ച് ചുട്ടിട്ട് ഞാൻ മോനെ വിളിച്ച് ഫുഡൊക്കെ കൊടുക്കും കേട്ടോ. 8 മണിയാകുമ്പോൾ ഞാൻ അവനെ വിളിക്കും. 7:45 ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ കുറച്ച് അപ്പം ചുട്ടിട്ട് ഞാൻ 8 മണിയാവോളം എത്ര അപ്പാവും അതുവരെ ചുടും. പിന്നെ ഞാൻ കാക്ക എണീറ്റ് വന്നിട്ട് കേട്ടോ അപ്പം ഉണ്ടാക്കുക. മോൾക്ക് 8:30 മണിക്ക് ഓൺലൈൻ ക്ലാസ്സാണ് കേട്ടോ. അവൾ ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ 8:30 മണിയാകുമ്പോഴേക്കിന് എണീറ്റ് ഫ്രഷായി ക്ലാസ് കയറിയിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആ സമയത്തൊന്നും കഴിക്കൂല. പിന്നെ ക്ലാസ് കഴിഞ്ഞൊരു 10 മണിയാകുമ്പോഴാണ് ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് എന്തെങ്കിലും കഴിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ വേഗം ചായ ഉണ്ടാക്കിയിട്ട് മോനെ പോയി വിളിക്കട്ടെ കേട്ടോ.
വിളിച്ചാൽ വേഗം എണീറ്റ് വരും കേട്ടോ. പക്ഷേ പിന്നാലെ നിൽക്കണം, ബ്രഷ് ചെയ്യിപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ അങ്ങനെ പിന്നാലെ നടക്കണം, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയിരിക്കും. അതാ പ്രശ്നം. മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് അവൻ കിടക്കുള്ളൂ, നേരത്തെ കിടക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ, പെട്ടെന്ന് എണീറ്റ് വരും. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിനി മോനെ പറഞ്ഞയച്ച് ഒക്കെ ചെയ്തതിന് ശേഷമാണ് അപ്പം കാക്ക എണീറ്റ് വരുമ്പോൾ ചൂടോടെ ചുട്ട് കൊടുക്കും കേട്ടോ. അത്ര തന്നെ. ഇനിയിപ്പോൾ ഞാൻ മോനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കലൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മോനൊക്കെ പോയതിന് ശേഷം കാക്ക വെയിലത്തൂർ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വണ്ടിയിൽ കയറി കൂടിയിട്ടാണ്. വെറുതെ ഒന്ന് പുറത്ത് പോകാമെന്ന് എഴുതിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആവശ്യത്തിന് വെയിലത്തൂർ പോവുകയാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഉമ്മാൻ്റെ അടുത്തും കയറി. ഇവിടുത്തെ ഉമ്മാൻ്റെ അടുത്തിട്ടാ. ഇവിടുത്തെ ഉമ്മ ഇവിടുത്തെ അനിയൻ്റെ വീട്ടിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പോയി വരുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് കയറി. ഉമ്മ ചക്കയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ തന്ന്. ചക്ക വൃത്തിയാക്കിയ ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടായി കൂട്ടാണ്ടാക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് വന്നതും ഭയങ്കര മഴ. ഞങ്ങൾ പോയപ്പോൾ തന്നെ നല്ല ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല മഴ പെയ്തിരുന്നു കേട്ടോ. തിരിച്ച് വന്നതിന് ശേഷം നല്ല മഴ. മോളിവിടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കണമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തിരിച്ച് വന്നും ചെയ്തു കേട്ടോ. വെറുതെ ഒന്ന് പുറത്തിറങ്ങാൻ എഴുതി പോയതാണ്. ആ ഇട്ട ഡ്രസ്സോടെ കയറിയിരുന്ന് അതേപോലെ തന്നെ ഇങ്ങോട്ട് പോകുകയും ചെയ്തു. അപ്പോൾ അത് ആ ചക്ക വൃത്തിയാക്കിയ ചക്ക കേട്ടോ. ഇനിയിപ്പോൾ കൂട്ടാൻ വെച്ചാൽ മതി. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും ഉമ്മാൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് വരിക ചെയ്യാൻ ഞാൻ കേട്ടോ. ഇവിടുത്തെ കറിവേപ്പ് ഞാൻ പറയാറുണ്ടല്ലോ, അപ്പോൾ കുറച്ചായിട്ട് ഇല എടുക്കാറില്ല, ഒന്നും കൂടി ശരിയാവട്ടെ എന്ന് എഴുതിയിട്ട്. അപ്പോൾ അവിടുന്ന് അപ്പം ഇനിയിപ്പോൾ ചക്കക്കൂട്ടാനും ഉണ്ടാക്കണുണ്ട്. ഇനിയിപ്പോൾ അയില മീനുണ്ട്. അപ്പോൾ അയില മീൻ കറിയും വെക്കണം, വറുക്കും ചെയ്യണം കേട്ടോ. അതാണ് ഇനിയിപ്പോൾ അടുത്ത പണി. രണ്ടാമത്തെ റൗണ്ടാണ് കേട്ടോ കിച്ചണിൽ. മീൻ കിട്ടുകയാണെങ്കിൽ രാവിലെ ആ ഒരു സമയത്ത് തന്നെ ഒന്നിച്ചങ്ങോട്ട് കുക്ക് ചെയ്ത് തീർത്താൽ മതി. മീൻ കിട്ടാത്ത കാരണം കേട്ടോ അപ്പോൾ രണ്ടാമത് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പോയി കുറച്ച് സമയം അവിടെ നിന്നിട്ടുള്ളൂ. മോളിവിടെ ക്ലാസ്സിൽ ഇരിക്കണുണ്ടല്ലോ, അപ്പോൾ വേഗം പോകുന്നും ചെയ്തു കേട്ടോ. ചിലപ്പോൾ അമ്മ കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പാത്രത്തിലാക്കി കൊടുത്തു വിടും കേട്ടോ. എന്തെങ്കിലും കണ്ടെയ്നറിൽ കാക്കാനോട് ചെല്ലാൻ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ ഇപ്പോൾ ചക്കയാണ് കിട്ടിയത്. അപ്പോൾ അതിട്ട് പോന്നു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കട്ടെ. പെട്ടെന്ന് വേവിക്കണ ചക്കയാണെന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു. ഒറ്റ വിസിലടുപ്പിച്ചാൽ മതിയാവും. എന്നിട്ട് അരച്ചൊഴിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്, തേങ്ങ അരച്ചൊഴിച്ചിട്ട്. അതാണ് കാക്കാക്ക് ഇഷ്ടം. പിന്നെ അയില കറി വെക്കണ്ടല്ലോ, അപ്പോൾ കറിയും കൂട്ടാനും കൂടെ നല്ല കോമ്പിനേഷനായിരിക്കും. അപ്പോൾ അതിവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് തേങ്ങ കറിക്കുള്ളതും ഈ ചക്കക്കൂട്ടാനൊക്കെയുള്ളതൊക്കെ ഒന്നാക്കട്ടെ. തേങ്ങ ചിരണ്ടി വെച്ചത് ഫ്രിഡ്ജിലുള്ള കാരണം പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളിയും മുളകും വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് അരക്കണത്. ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത് കേട്ടോ. ഈ ബോക്സിൽ തേങ്ങ കാലിയാവുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ ചേച്ചി വരുമ്പോൾ ചേച്ചിനോട് പറഞ്ഞാൽ ചേച്ചി ചിരകി വെച്ച് തരും കേട്ടോ. അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തീർന്നു തേങ്ങ കേട്ടോ. മറ്റേത് കുറച്ചും കൂടി ദിവസം നിൽക്കാറുണ്ട്. ഞാൻ ഇന്നലെ കൂക്ക
കഴിച്ചിരുന്നു കേട്ടോ. കൂവപ്പൊടി ഉണ്ടല്ലോ അത് കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. തേങ്ങാപ്പാലിൽ നമ്മൾ കൂവ പച്ചവെള്ളത്തിൽ അങ്ങനെ കലക്കിയിട്ട് തിളപ്പിച്ചിട്ട് അതിൽ തേങ്ങാപ്പാലും ഒരു ഏലക്കായും കൂടെ പൊട്ടിച്ചിട്ടിട്ട് തിളപ്പിച്ച് കുറച്ച് മധുരം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. കൂവ കാച്ചിയത് കുടിക്കാത്ത കുട്ടികളും കുടിച്ചോളും. അതിനിടയിൽ എന്താ ഒരു ഫാഷൻ ഷോ എന്നാണ് വിചാരിക്കേണ്ടാവുക അല്ലേ. ഇത് ഞാൻ അടിച്ചൊരു കഫ്താനാണ് കേട്ടോ. കഫ്താൻ പർദ്ദ പോലത്തെ സംഭവം അവിടെ ഹോസ്റ്റലിലുള്ള സമയത്തേ താഴേക്ക് ചായ കുടിക്കാനൊക്കെ ഇറങ്ങി പോകുമ്പോൾ ആ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലെയിൻ കളറും കൂടി ഒക്കെ വേണം അത് പറയായിരുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു പ്ലെയിൻ കളറൊക്കെ ഞാൻ തയ്ച്ച് തരാം, പക്ഷേ ഈ തയ്ച്ചത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മോഡലായിട്ട് നിന്ന് തരികയാണെങ്കിൽ ഞാൻ തയ്ച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ നിന്ന് തന്നതാട്ടോ. കുറേ മുന്നേ അടിച്ചതാട്ടോ, ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അവളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഒക്കെ നല്ല ഇഷ്ടം കേട്ടോ. മറ്റേ ഒരു സാറ്റിനോ എന്താ ഈ ക്ലോത്തിൻ്റെ പേര്, ആ ഒരു ക്ലോത്താണ് കേട്ടോ. ഞാൻ വേറെ എന്തോ ആവശ്യത്തിന് വാങ്ങി വെച്ചതായിരുന്നു. പിന്നെ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അവൾക്ക് പൊതുവേ ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം. അധികം പപ്പൻ്റെ ടീഷർട്ട് ഇൻ്റെ പാൻറ്റ് ഒക്കെ ഇട്ടിട്ട് അവൾ നടക്കുക വീട്ടിൽ. ലൂസായിട്ട് ഫ്രീ ആയിട്ടൊക്കെ നടക്കണം അവൾക്ക്. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ്. ആദ്യമൊക്കെ അവളെ ചാനലായിരുന്നു ഇത് കേട്ടോ. അന്നൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. ഇപ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ മുഖം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അടുപ്പിച്ചത്. അപ്പോൾ അതാ തേങ്ങ അരച്ചത് കൂട്ടാൻ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ഒഴിച്ചു കൊടുത്തു. കറിവേപ്പിൻ്റെ ഇലയും ചേർത്തു കേട്ടോ. പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ ഇല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. ഞാനെപ്പോഴും പറയാറുള്ള പോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല കിട്ടിയാൽ പിന്നെ ഞാൻ ലാവിഷായിട്ടിടും കേട്ടോ. കടയിൽ നിന്ന് കൊടുന്നതല്ല കേട്ടോ. ഇങ്ങനെ ഉമ്മ തരുമ്പോൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ എപ്പോഴും ഞാൻ ലാവിഷായിട്ടിടും. മരുന്നൊന്നും അടിക്കാത്ത നല്ല ചെറിയ ഇല ആയിട്ടുള്ള നല്ല സ്മെല്ലുള്ള കറിവേപ്പിൻ്റെ ഇലയാണത്. അപ്പോൾ ഞാൻ ഈ കറിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. തക്കാളിയും പുളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങ അതുക്കുള്ള അരക്കട്ടെ. മീൻ ഇതാ വറുക്കാളും വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല ടീന് തുറക്കുമ്പോൾ രണ്ടുക്കും ഒന്നിച്ചന്നെ ഇടാമെന്ന് എഴുതിയിട്ടാണ് അങ്ങനെ വെക്കണത്. ഞാൻ രണ്ടുക്കും ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഒന്ന് കറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു, വറുക്കണേക്ക് ഇട്ടു, കറിക്കുള്ള മല്ലി അതേപോലെ തന്നെ വറുക്കാളിലേക്ക് ഇട്ട് ഇങ്ങനെ ഡ്രോയർ വലിച്ച് മസാല ഡബ്ബ തുറക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം തുറന്നാൽ മതിയല്ലോ. അതാട്ടോ. കറിയിൽ മഞ്ഞളിടാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പുളി വെച്ചപ്പോൾ അതാ ഞാൻ അരക്കണയിൽ മഞ്ഞളിടാതിരുന്നത്. പിന്നെയാണ് ഞാൻ നോക്കണത്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു കറിയിൽ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ പുളിവെള്ളം വെച്ചതിൽ തന്നെ ഇട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കറീൻ്റെ അടപ്പ് തുറന്നപ്പോഴാണ് മഞ്ഞളിടാത്തത് മനസ്സിലായത്. അപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. മീനിൽ ഞാനൊരു സ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടാട്ടോ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാരങ്ങ നീരായാലും മതി. ഞാൻ പിന്നെ വിനാഗിരി കണ്ട് ചേർത്ത് കൊടുക്കും. അയില കേട്ടോ മീൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല തടിയുള്ള അയിലായപ്പോൾ ഞാൻ വട്ടത്തിലുള്ള പീസുകളായിട്ടാണ് മുറിച്ചത് കേട്ടോ. ഇപ്പം അത് വറുക്കാനായിട്ട് വെക്കട്ടെ. അത് വറുത്താൽ പിന്നെ അതിൻ്റെ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് വറവിടാം. കറി ഭയങ്കര തിക്കായിട്ട് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. കുറച്ചൊരു ലൂസായിട്ടാണ് ഇഷ്ടം. വെള്ളം കുറവാണ് തോന്നിയപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആ അയിലമീൻ്റെ തലയും കുറച്ച് വാൽ കഷ്ണങ്ങളും ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കണത്. കറിയിലിങ്ങനെ കുറച്ച് പീസായാലും കറിക്ക് നല്ല മീനിൻ്റെ ടേസ്റ്റ് കിട്ടാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ മീൻ വറുത്തിട്ടുള്ള കുറച്ചും കൂടെ ഒരു വെളിച്ചെണ്ണ കൂടുതലായിട്ട് മീൻ വറുക്കുക. കൂടുതലെന്ന് പറഞ്ഞാൽ അത്ര കൂടുതലൊന്നുമല്ല, നിങ്ങൾക്ക് കാണാം. കുറച്ചൊരു ബാക്കി വെളിച്ചെണ്ണ വരുന്ന പോലെ മീൻ വറുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ കരിവേപ്പിൻ്റെ ഇല മൂപ്പിച്ചിട്ട് കറിക്ക് ഒഴിക്കുകയാണെങ്കിൽ നല്ല മീനിൻ്റെ ടേസ്റ്റും കിട്ടും കേട്ടോ കറിക്ക്. എൻ്റെ ഉമ്മ ചെയ്തിരുന്നതാണ് ഇങ്ങനെ.
അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഉലുവ ഇടാറില്ല ചിലപ്പോൾ. ചിലപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഉലുവ ഇടാറില്ല. എനിക്ക് ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതാ കറി റെഡിയായി, മീൻ വറുത്തതും റെഡിയായി, കൂട്ടാൻ റെഡിയായി, ഒക്കെ റെഡിയായിട്ടോ. ഇനിയിപ്പോൾ കാക്ക വന്ന് ഫുഡ് കഴിച്ചാൽ മതി. ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു വ്ളോഗിലൂടെ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.